എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഞാനൊരു ഭാഷാശാസ്ത്ര അധ്യാപകനാണ്. അപ്പോൾ അത് ഒട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ശ്രീനാരായണ ഗുരുവിൽ തീയെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ചട്ടമ്പി സ്വാമികളുടെ പഠനങ്ങൾ, അതുപോലെ പൊയ്കയിലപ്പച്ചനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളിലേക്ക് വന്നത് എന്നാലോചിക്കുമ്പോൾ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യകുലത്തിൽ ഏറ്റവും പഴമയേറിയ ആൻഡമാൻ വിഭാഗത്തിൽ, അതായത് ജാരവ പോലുള്ള ആൻഡമാൻ വിഭാഗത്തിൽ, സെന്റിനലീസ് പോലുള്ള വിഭാഗത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം. എന്താണ് നമ്മുടെ ചിന്തയിൽ അത്തരം ഒരു എൻകൗണ്ടർ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ കാര്യവട്ടത്ത് പഠിക്കുകയും ഇവിടെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആശയങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളും കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ കാര്യവട്ടത്തുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പൊതുവായിട്ടുള്ള സംവാദങ്ങളുടെ ഒരു മുഖമുദ്ര, അതിലിടപെടുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ് കൾച്ചറുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും സംവാദം നടത്തുക എന്നൊക്കെയുള്ള ഒരു രോഗമാണത് എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അവരെ അടുത്ത് പോകുന്നത്. നഗ്നരാണ്. ഈ നഗ്ന ജനതയുടെ മുന്നിലെത്തുമ്പോൾ എൻ്റെ PhD-യോ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആശയങ്ങളോ ഒന്നും വിറ്റുപോകുന്ന സ്ഥലമല്ല. കാരണം അവരുടെ ഭാഷ എനിക്കോ എൻ്റെ ഭാഷ അവർക്കോ അറിയില്ല. അവർ മോണോലിംഗ്വലാണ്. അപ്പോൾ അവിടെ അവരുടെ മുന്നിൽ അതും അവർക്ക് വസ്ത്രമില്ല. ഇവിടുന്ന് പോകുന്ന ഒഫീഷ്യൽസിന് പിന്നെ ഒരു ഷോർട്ട് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പോവുക. എന്നാൽ പോലും അവർ അതിനുള്ളിൽ എന്താണെന്ന് അവർ പരിശോധിക്കാറുണ്ട്. എന്തായാലും അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഓരോ നിമിഷവും ഈ ജീവന് വേണ്ടിയിട്ടുള്ള ഒരു വേവലാതിയുണ്ട്. ഇവൻ എന്ത് ചെയ്യും, ഇവൻ അമ്പിലും വെച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്യാരി ഔട്ട് ചെയ്ത നിങ്ങൾ ജ്ഞാനം എന്നൊക്കെ പറയുന്ന ഈ സമ്പ്രദായം, അതിലുപരി എൻലൈറ്റൻമെൻ്റ് എന്ന് വിളിക്കുക, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബ്രെയിനുമായിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. പക്ഷെ ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അവിടുത്തെ പ്രാഥമികമായ ഇത് അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്രമേണ കാലങ്ങളെടുത്തു. അവർ വളരെ ഹോസ്റ്റൈലായിരുന്നു. അവരുടെ കൂടെ ഞാൻ ഏതാണ്ട് ഒരു 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ ശരിക്കും ഈ അറിവെന്താണെന്ന് പഠിപ്പിക്കുക. ശരിക്കും നമ്മൾ പറയുന്ന ഇക്കോ സിവിലൈസേഷൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന പാരിസ്ഥിതിക സംസ്കാരം എന്താണ് എന്നുള്ളത്, ഈ അറിവ് അവിടുത്തെ ബയോട്ടിക് അബയോട്ടിക് എന്ന് പറയുന്നത് ജൈവികവും അജൈവികവുമായ ഒരു ലോകത്തെ നമുക്ക് അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഭാഷ സമാനമായ ഭാഷയില്ല. എനിക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, അവർക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ ക്രമേണ ചില വാക്കുകളുടെ താക്കോലുകളിലൂടെ കടന്നു കയറാനും അവർ ഓരോന്നായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനും. അപ്പോൾ അവൻ്റെ ഒരു ബോധത്തിൽ വരുന്നത്, ഒരു പഴത്തെ കാണിച്ചിട്ട് പറയും ഏങ് തീത്ത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കഴിക്കുന്ന ഫലമാണിത്. ഓവ് തീത്ത നാടേ, ഓവ് തീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നി ഇത് കഴിക്കില്ല. ഈ രീതിയിൽ ഓരോന്നിനെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അത് അവൻ്റെ ആ ചുറ്റുവട്ടമുള്ള ജൈവിക അജൈവിക ഘടകങ്ങളെക്കുറിച്ച് ഓരോന്നും അവൻ്റെ ഉപയോഗത്തിൽ വരുന്നതും അവൻ്റെ സഹജീവികളുടെ ഉപയോഗത്തിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ബോധം. ഇത് ഒരു ശ്രേണീകൃത ബന്ധമാണ്. അത് ഒരിക്കലും ശ്രേണീകൃതം എന്ന് പറയുമ്പോൾ ഒരു ശൃംഖലാ ബന്ധമാണ്. പകരം നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ആഹാര ശൃംഖല പോലെ ഒരു ശൃംഖലാ ബന്ധമാണ് എന്നുള്ളതല്ലാതെ ഇതിൽ അവൻ ഏതെങ്കിലും ഒരു കേമനാണ് എന്ന രീതിയിലുള്ള, പക്ഷേ കൃത്യമായിട്ടും അവർ ഈ പറയുന്ന ജൈവലോകത്തിൽ വ്യത്യസ്തരാണ് എന്ന് അവർ സ്വയം നിശ്ചയിക്കുന്നുണ്ട്, അതിർത്തി വരയ്ക്കുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട്, അത് സൂക്ഷ്മമായ ഇതാണ്. അപ്പോൾ പിന്നെ ഉള്ളൊരു പ്രശ്നം, ഇവരിൽ പരസ്പരം ഈ പറയുന്ന മറ്റെന്ത് വികാരങ്ങളാണ് ഉള്ളത്. കാരണം നേക്കഡ് ട്രൈബ്സാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്നത് ടെറിറ്റോറിയാലിറ്റി എന്ന് പറയുന്ന ആശയം വളരെ കൃത്യമായിട്ട് ഇവർക്കുണ്ട്. കാരണം ആ ടെറിട്ടോറിയൽ എന്ന് പറയുന്നത്
അതിനകത്തുള്ള ഭൗതിക അവകാശങ്ങളെക്കുറിച്ചും അതിനകത്തുള്ള റിസോഴ്സസിനെ ചൂഷണം ചെയ്ത് ജീവിക്കാനും അതിനുവേണ്ടി ബാൻഡുകളായി പിരിഞ്ഞ് ഒരേ സമയത്ത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുകൊണ്ട് അവന് വരുന്ന അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് റിസോഴ്സസ് എടുക്കാനും ഒക്കെയുള്ള ഒരു വലിയ പ്ലാനിങ് ആസൂത്രണം അവരുടെ ഇടയിലുണ്ട്. അതിനവരുടെ സാമൂഹ്യ വ്യവസ്ഥയും ആ രീതിയിലാണ്. അപ്പോൾ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ പക്ഷേ ഇവൻ്റെ ടെറിട്ടോറിയൽ ട്രെസ്പാസിങ്ങിനെയോ ഇവൻ്റെ സമീപത്തുള്ള മറ്റു ഗ്രൂപ്പുകളെയോ ഇവൻ അംഗീകരിക്കുന്നില്ല, മനുഷ്യനായിട്ടേ കാണുന്നില്ല. അവൻ എനിമി എന്നുള്ള രീതിയിൽ തന്നെ ഈനേൻ എന്നാ വിളിക്കുക. അത് ഈനേനെ കൊല്ലാൻ വേണ്ടി പ്രത്യേകതരം അമ്പുണ്ടാവും. അപ്പോൾ ഈ ഈനേൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഗത്തുള്ള അടുത്ത അതിർത്തിയിലുള്ള മറ്റൊരു വിഭാഗത്തെ അവൻ മനുഷ്യനായി കാണുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം അടിസ്ഥാനപരമായിട്ട് തന്നെ ഈ ഒരു ടെറിട്ടോറിയൽ കൺസെഷനും ഒരു ഐഡൻറ്റിറ്റി ഫീലിങ്സും ഒക്കെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള വിഭാഗത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയും. ആ ഡിസ്റ്റിങ്ഷൻ, അതായത് ഏതെങ്കിലും കാരണവശാൽ അവിടെ, കാരണം അത് വളരെ വ്യക്തമായിട്ട് വന്നത് അടുത്തുള്ള ഒരു ഗ്രൂപ്പ്, അതായത് ഇവരുടെ തന്നെ വേറൊരു ഗ്രൂപ്പാണ്, അതിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് ഇവരുടെ ഇതിൽ. അത് ഒരു തരം ബലാത്സംഗം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന വാക്ക് തന്നെയാണ്, അതിർത്തിയിൽ വെച്ച് സംഭവിച്ചതാണ്. പക്ഷെ ആ കുട്ടിയെ ഒരു മനുഷ്യൻ പോലും ഭക്ഷണം പോലും ഓഫർ ചെയ്യില്ല എന്നുള്ളതാണ്. എപ്പോഴും അടിച്ച് ഉപ്പായിച്ച് വെളിയിലാണ്. അപ്പോൾ ഒരു സിസ്റ്റം, ആ സിസ്റ്റം വളരെ കൃത്യമായിട്ടും റിജിഡായിട്ടും മോണോഗാമസ് ആണ്. അതൊരിക്കലും അതെല്ലാം വളരെ കൃത്യമായിട്ടും റിജിഡുമായിട്ട് തന്നെയാണ്. ബ്ലഡ് റിലേറ്റീവ്സ് തമ്മിലും അങ്ങനെയുള്ളൊരു മാരേജ് സിസ്റ്റം ഇല്ല. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഇത്രയും പ്രിമിറ്റീവായിട്ടുള്ള, നമ്മുടെ ഒരു അറിവിനകത്താണെങ്കിൽ 40 മുതൽ 60,000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു വിഭാഗത്തിലെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു ജനറ്റിക് കണ്ണിയാണ് ഇപ്പോഴുള്ള ഈ വിഭാഗം. ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ഏഷ്യയിലേക്ക് വരുന്ന ആദ്യ ജനവിഭാഗത്തിൽ പെടുന്ന ഒരു ഉപവിഭാഗമാണ് ഈ ആൻഡമാൻ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവരുടെ ഈ ട്രൈബൽ ഹിസ്റ്ററീസ് മാത്രമല്ല, ആ കോഗ്നിഷനെ കുറിച്ചും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും അവരുടെ ഷെയർഡ്നെസ്സിനെ കുറിച്ചും അവർ മറ്റുള്ളവരോട് പാലിക്കുന്ന അകലത്തെക്കുറിച്ചും അവരുടെ ഫീലിംഗ്, ഇതിനകത്ത് സ്കിൽസ് എല്ലാം എല്ലാവർക്കും സ്കിൽ സെറ്റുണ്ട്. അതിനകത്ത് ആകെയുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു നല്ല ഹണ്ടർ, അത്ര നല്ല ഹണ്ടർ അല്ലാത്ത ഒരാൾ എന്നൊക്കെയുള്ള ഒരു ചെറിയ വ്യത്യാസമല്ലാതെ കൃത്യമായും ഓക്കുപ്പേഷനിൽ ജെൻഡർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം സ്ത്രീകൾ ചെയ്യുന്ന പ്രവൃത്തികൾ വേറെ, പുരുഷന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ വേറെ, ഈ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ നിന്ന് നമ്മൾ കേരളത്തിൻ്റെ സന്ദർഭത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 62 വയസ്സാണ്. അപ്പോൾ ഈ 62 വയസ്സായ എൻ്റെ ബോധം എന്താണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് കേരള സമൂഹത്തെ കണ്ടത്, കാണുന്നത്, ആലോചിക്കുന്നത്, ഇതൊക്കെ. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതുപോലെ സമാനരായ ആൾക്കാരെ കുറിച്ചോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും, പ്രത്യേകിച്ച് സവിശേഷമായിട്ട് എനിക്ക് പറയേണ്ടത് 1930-ന് ശേഷമുള്ള കേരളത്തോട് എനിക്ക് പ്രത്യേക സവിശേഷ താല്പര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതിനു മുമ്പുള്ള കേരള റാഡിക്കലിസത്തെ കുറിച്ചാണ് എനിക്ക് താല്പര്യം. അത് കേരള റാഡിക്കലിസം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് റാഡിക്കലിസം എന്ന തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. ഒരു സമൂഹത്തിൽ ആ സാമൂഹ്യ ഘടനയിൽ നിന്ന് ഉയർകൊള്ളുന്ന, രൂപപ്പെട്ടു വരുന്ന ജ്ഞാനനിർമ്മിതികൾ, അല്ലെങ്കിൽ കൗണ്ടറായിട്ടുള്ള ബദലായിട്ടുള്ള ജ്ഞാനനിർമ്മിതികളും വീക്ഷണങ്ങളും ലോകവീക്ഷണവും ഒക്കെ അടങ്ങുന്ന ഒരു വ്യവസ്ഥയാണ് ഞാൻ റാഡിക്കലിസം എന്ന രീതിയിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും 1930-ന് മുമ്പുള്ള കേരളത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കേരള റാഡിക്കലിസ്റ്റ് ചിന്ത എമർജ് ചെയ്തിട്ടുണ്ട്. ആ ചിന്ത എമർജ് ചെയ്ത പല ഘട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ചിന്തയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ശ്രീനാരായണ ഗുരുവിന് ഇപ്പോൾ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ തരം ഈ കുപ്പായങ്ങളും മാറ്റിവെക്കുക. ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ നഗ്നനാക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ ജനന
കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഏത് തരത്തിലാണ് അദ്ദേഹത്തിന് സമൂഹത്തിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോധനിർമ്മിതി എങ്ങനെയൊക്കെ ആയിരിക്കാം, അതിൽ ഏത് എലമെൻ്റാണ് അദ്ദേഹത്തെ റാഡിക്കലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പുനഃപരിശോധനയ്ക്ക് പോവുകയാണ്. അല്ലാതെ നിലനിൽക്കുന്ന ശ്രീനാരായണ ഗുരു, വർക്കല ശ്രീനാരായണ ഗുരു, ചെമ്പഴന്തി അത്തരം ശ്രീനാരായണ ഗുരുക്കളെയോ SNDP ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു വളരെ സ്കോളർ അക്കാഡമീഷ്യൻ, സ്കോളർ സെയിൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു സ്കോളർ സെയിൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് ആ ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് വെച്ചുകൊണ്ടേ ഇത് മനസ്സിലാക്കാൻ പറ്റും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ സമയത്തുള്ള ഒരു ചരിത്രം, അദ്ദേഹത്തിന് നേരത്തെ രഘു പറഞ്ഞതുപോലെ അക്ഷരജ്ഞാനത്തിൻ്റെ ഒരു വലിയ, അതായത് എഴുത്ത് വിദ്യയുടെ, അപ്പോൾ ഈ അക്ഷരജ്ഞാനത്തിനുണ്ടായ ഇത്, അപ്പോൾ അത് അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. അതായത് അവകാശങ്ങൾ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന, അന്ന് ഒരു പക്ഷേ അവകാശങ്ങളൊന്നും ആരും പറഞ്ഞിരുന്ന ഒരു സാധനം നിഷേധിക്കപ്പെട്ടത് എന്ന് നമ്മൾ ഇന്ന് പറയുന്നതാണ്. അന്ന് ആ സമൂഹത്തിന് അത് നിഷേധിക്കപ്പെട്ടതാണെന്ന് പോലും അറിയില്ലായിരുന്നു എന്നാണ് ശ്രീനാരായണ ഗുരു എന്നെ സമ്മതിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും എന്ന രീതിയിലുള്ള ഒരു ദ്വന്ദ്വകൽപ്പനയിൽ നമുക്ക് അന്നത്തെ ഈ ഒരു വിഭാഗത്തിന് ചില അവകാശങ്ങൾ അവരാർജിച്ചിരുന്നുവെന്നും മറ്റൊരു വിഭാഗത്തിന് അത് ആർജിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. അത് നിഷേധിക്കപ്പെട്ടു എന്ന് ശ്രീനാരായണ ഗുരു ഒരിടവും പറയുന്നില്ല. അത് വളരെ പ്രധാനമാണ്. കാരണം അദ്ദേഹം ദ്വന്ദ്വത്തെ ആ രീതിയിലല്ല കാണുന്നത്. അദ്ദേഹം കാണുന്ന, അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണിക്കൽ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടേം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഡിസ്കോഴ്സിനകത്തും ഒരു വ്യവഹാരത്തിനകത്തും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. കാരണം അദ്ദേഹം അത് ആർജിക്കപ്പെട്ട ഒരു സ്വഭാവമായിട്ടാണ് വെച്ചിരിക്കുക. അപ്പോൾ ആർജിക്കുക, അക്വയർ ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റാഡിക്കൽ മോഡ്യൂളായിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഉദിക്കുന്നത്. അതാണ് പിന്നെ അരുവിപ്പുറം പ്രതീക്ഷ പോലുള്ളത്. അത് ആരോടും പെർമിഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പെർമിഷൻ തരേണ്ട ഒരു കാര്യമല്ല, അത് ഞങ്ങൾക്ക് ആർജിക്കേണ്ടെന്ന കാര്യമുണ്ട്. ഇത് അപ്പോൾ ഈ ആർജിച്ച് സമരേഖ വരയ്ക്കുകയാണ്, അല്ലാതെ നിങ്ങൾ കൽപ്പിച്ചു തരേണ്ടുന്ന ഒന്നല്ല. അപ്പോൾ നിങ്ങളെന്ന ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു ചിന്തയെയോ ഒരു ഉന്നതിയെയോ ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നതാണ് ബോധം. ഇത് വളരെ വ്യത്യസ്തമാണ്. അതായത് ദ്വന്ദ്വാത്മകമായിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് അധികാരം സ്ഥാപിച്ചെടുക്കലല്ല ശ്രീനാരായണ ഗുരു അന്ന് വെച്ച ആശയം. അദ്ദേഹം ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്, ഇത് നിങ്ങളുടേതെന്നുള്ള ഒരു അവകാശം ഇല്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്രതിഷ്ഠാപനം നടത്തുന്നതും ആ പ്രതിഷ്ഠാപനം എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിലൂടെ ഈ കേരളത്തിൻ്റെ തന്നെ നവോത്ഥാന ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ഒരു പുത്തനാശയം. പക്ഷേ ഇത് ഈ ഒരൊറ്റ ഇൻസ്റ്റൻറ്റിനെ, സംഭവത്തെ തിരിച്ച് നമ്മൾ അടുത്ത് ഈ ചരിത്രത്തിലൂടെ ഒന്ന് കടത്തിവിടുക, അതായത് 1930 ശേഷമുള്ള കേരള ചരിത്രത്തിലൂടെ കടത്തിവിട്ടുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഇതിനൊരു 100 വ്യവഹാരങ്ങൾ കിട്ടും ഈ സംഭവത്തിന്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് എല്ലാവർക്കും വരുന്ന ഒരു സ്ഥലമാണ്, സഹോദര സ്ഥാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഇതൊരു അദ്ദേഹം കാണിക്കുന്നത്. ഇതിന് പലതരം റാഡിക്കൽ വേർഷൻസ് ഉണ്ട്. ഇദ്ദേഹം അവിടെ ഈഴവ ശിവനെ വെച്ചു എന്നൊരു വിഭാഗത്തിൻ്റെ വേർഷൻ, വേറൊരു വിഭാഗം പറയും അങ്ങനെയല്ല അദ്ദേഹത്തെ. ഇങ്ങനെ ഇതിൽ ഈ ഒരു ഇൻസ്റ്റൻസിനെ കേരളം മനസ്സിലാക്കിയത് എത്ര കണ്ട് തെറ്റായിട്ട് മനസ്സിലാക്കാമോ അത്ര കണ്ട് തെറ്റായി മനസ്സിലാക്കുകയും എത്ര കണ്ട് വ്യവസ്ഥാപിതമായിട്ട് സ്ഥാപനവൽക്കരിക്കാമോ അത്രയും സ്ഥാപനവൽക്കരിക്കുകയും അതിലേറെ വർഗീയവൽക്കരിക്കുകയും ഹിന്ദുവൽക്കരിക്കുകയും ചെയ്തു എന്നാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പ്രവൃത്തിയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വർഗീയവാദമില്ല, ഹൈന്ദവവൽക്കരണമില്ല, ഇതൊന്നുമില്ല. അന്ന് നിലനിന്നിരുന്ന ചിന്ത എന്താണ്? അത് അദ്ദേഹം ആരെയാണ് അന്ന് എൻകൗണ്ടർ ചെയ്യേണ്ടത്? കാരണം അദ്ദേഹം ഒരു ഗുസ്തിക്കാരനൊന്നുമല്ല. ഫിസിക്കലി അദ്ദേഹത്തെക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ഗുസ്തിക്കാരനെ മലർത്തിയടിക്കുക എന്ന ഒരു പ്രവൃത്തിയല്ല ചെയ്യുന്നത്. പകരം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ വിദ്യ സ്വായത്തമാക്കാൻ കഴിഞ്ഞു. ആ സ്വായത്തമാക്കിയ അക്ഷരവിദ്യ മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി ഈ ഭൂലോകത്തെ, അതായത് നിലനിൽക്കുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ധൈഷണികതയും നിലനിൽക്കുന്നത് അക്ഷരക്കൂട്ടിലാണെന്ന് മനസ്സിലാക്കുകയും ആ അക്ഷരക്കൂട്ട് സ്വായത്തമാക്കുക, ആർജിച്ചെടുക്കുകയാണ്. ഇതെല്ലാം ആർജിച്ചെടുക്കുകയാണ്. ഇത്
അവകാശമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ ആർജിച്ചെടുക്കുകയും ഈ ആർജിച്ചെടുത്ത് എനിക്ക് വായിക്കാൻ അറിയാം, ഞാൻ സാക്ഷര പൗരനാണ്, ഞാൻ സാക്ഷര പൗരത്വം നേടിയതുകൊണ്ട് ഇന്ത്യ എൻ്റെ സ്വന്തമാണെന്നല്ല ശ്രീനാരായണ ഗുരു എടുക്കുന്നത്. സാക്ഷര പൗരത്വം നേടിയതുകൊണ്ട് മാത്രം എനിക്കൊന്നും ആയില്ല, പകരം വിജ്ഞാന ഉൽപാദനം നടത്തണം. കാരണം ഇതാണ് ഈ സമൂഹത്തിൻ്റെ മൂലധനം. ഈ മൂലധനത്തിൽ പങ്കാളിയാവുക എന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ഒരു വലിയ സംഘർഷമാണ്. കാരണം ഇത് ആരും കൽപ്പിച്ചു കൊടുക്കാനില്ല, ഇദ്ദേഹത്തിൻ്റെ അവകാശമായിട്ട് അത് ലഭിക്കാനില്ല. പകരം അദ്ദേഹം സ്വയം തന്നെ ഈ സംഘർഷം ഏറ്റെടുക്കുകയും ഇത് ആർജിച്ചെടുക്കുകയും ഈ ആർജിച്ചെടുത്തിട്ട് ഈ പറയുന്ന സാക്ഷരതാ മൂലധനം നേടിയിട്ട് അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ജ്ഞാനോൽപാദനം നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻകൗണ്ടർ ചെയ്യേണ്ടുന്ന ആൾക്കാരാരാണ്, അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന ആരെയാണ്, അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അവിടെ അങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം ആണ് ഒരു വളരെ സാക്ഷരതാ മൂലധനമുള്ള ഭാഷ, ശൈക്ഷണിക മൂലധനം അവകാശപ്പെടാവുന്ന ഭാഷ. 2 തമിഴാണ്. അന്ന് നമ്മളുടെ ഒരു സമൂഹം, പ്രത്യേകിച്ചും ഈ തിരുവിതാംകൂർ സമൂഹമൊക്കെ ഏതാണ്ട് ബൈലിംഗ്വൽ സമൂഹമായിരുന്നു. തമിഴും മലയാളവും എന്ന 2 ഭാഷ എന്ന രീതിയിലല്ല അക്കാലത്ത്. എല്ലാവർക്കും 2 ഭാഷയും അറിയാവുന്ന ഒരു സംസ്കാരമായിരുന്നു ഒന്ന്. ആ ഒരു ബൈലിംഗ്വാലിറ്റി ഇവർക്ക് അന്ന് പൊതു കൾച്ചറിനകത്തും സംസ്കാരത്തിനകത്തും അക്കാദമിക എന്ന് പറഞ്ഞാൽ ശൈക്ഷണിക പ്രവർത്തനങ്ങളിലും സാംസ്കാരിക വ്യവഹാരങ്ങളിലും ഒക്കെ വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് ഇവൻ മലയാളി, ഞാൻ തമിഴ്, അങ്ങനെയുള്ള ഒരു ഡിസ്റ്റിങ്ഷനിലല്ല. പക്ഷേ സംസ്കൃതം ആ സമയം തന്നെ ഇവിടെ വളരെയധികം ഈ പറയുന്ന പിന്നെ 62 72 അവരുടെ ഗ്രാമങ്ങളും അതിലൂടെ വന്നിട്ടുള്ള സംസ്കാര ശൈക്ഷണികതയും കേരളം സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിനും വ്യാകരണത്തിനും തത്വശാസ്ത്രത്തിനും വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു സംസ്ഥാനം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതം ആ സമയത്ത് വളരെ കൃത്യമായിട്ട് ഒരു വൈജ്ഞാനിക ഭാഷ എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ അന്നത്തെ ഈ പറയുന്ന ശൈക്ഷണിക ലോകം അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് AR ഉൾപ്പെടെയുള്ള എല്ലാ പേരും സംസ്കൃതത്തിൽ ഒരു കൃതിയെങ്കിലും രചിച്ചില്ല എങ്കിൽ അവർ സ്കോളർ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന രീതിയിലുള്ള ഒരു പാണ്ഡിത്യ അവകാശം ആർക്കും ലഭിക്കില്ല എന്ന ഒരു വിശ്വാസവും അന്ന് നിലനിന്നിരുന്നു. നമ്മുടെ എല്ലാ റൈറ്റേഴ്സും ചട്ടമ്പിസ്വാമി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ പറയുന്ന ഇതൊരു മൂഢവിശ്വാസമായിരുന്നോ അന്ധവിശ്വാസമായിരുന്നോ അതോ അന്ന് നിലനിന്നിരുന്ന ഒരു പാണ്ഡിത്യ വിശ്വാസമായിരുന്നു. എന്തായാലും ആ ശൈക്ഷണിക വിശ്വാസത്തിൻ്റെ അടിമകളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെല്ലാവരും അതിൽ സംസ്കൃത ഭാഷയിൽ കൃതി രചിക്കുക, അതിൻ്റെ പങ്കാളിത്തത്തിൽ അതിൽ ഇടപെടുക, അതിന് വ്യാഖ്യാനം ഉണ്ടാക്കുക, ഇതൊക്കെ ഓരോ പ്രവൃത്തികളായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നിൽ ഈ 3 ഭാഷകൾ നിൽക്കുന്നു. അതുപോലെ 3 ഭാഷകളിലുള്ള വൈജ്ഞാനിക ലോകം നിൽക്കുന്നു. അതിലേറ്റവും വീക്കായിരിക്കുന്ന മലയാളമാണ്. ആദ്യം അദ്ദേഹം സ്വയം ഒരു സാക്ഷരതാ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു ശൈക്ഷണിക പ്രവർത്തകനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു സർഗാത്മക പ്രവർത്തകനാണ് എന്ന് പ്രൂവ് ചെയ്യണം സംസ്കൃത വിജ്ഞാനികളോടാണ്. 2 തമിഴ് വിജ്ഞാനികളോടും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ഞാൻ എന്ന് അവിടെ ഈ ഞാനെന്ന് പറയുന്ന ഒരു സമൂഹം മൊത്തമാണ്. ഒരു വലിയ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അവിടെ റെപ്രസെൻറ്റേഷൻ ഓഫ് ആബ്സെൻസ് ആണ്. അവിടെ ആബ്സെൻസിൽ നിന്ന് പ്രസൻസിലേക്കുള്ള അസാന്നിധ്യത്തിൽ നിന്ന് സാന്നിധ്യത്തിലേക്കുള്ള അക്ഷരത്തിൻ്റെ ഒരു ഗമനമാണ് ശ്രീനാരായണ ഗുരു ആദ്യം മുന്നോട്ട് വെക്കുന്നത്. ഈ ഗമനം കൊണ്ടാണ് ഈ 3 ഭാഷയിലും ഇദ്ദേഹം കൃതികൾ എഴുതുന്നത്. അത് എന്താണ് എഴുതേണ്ടത്, അവിടെയാണ് അടുത്ത വിഷയം. ഇന്നത്തെ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രമോ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയെ കുറിച്ചോ ഒന്നുമുള്ള വിഷയങ്ങൾ അല്ല എഴുതേണ്ടത്. പിന്നെ എന്താണ് അത്? ഭാരതത്തിൽ പൊതുവായിട്ട് അന്ന് നിന്ന ശൈക്ഷണിക കാലാവസ്ഥ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി കേരളം ഏറ്റെടുത്തത് അദ്വൈതത്തെ, അത് ശങ്കരൻ്റെ ദ്വൈതമാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെയാണ് പണി തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്കോളർ, ആ സ്കോളറിനെ ഇപ്പോൾ അക്കാദമിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കേരളത്തിന് അത്രയും കോമ്പറ്റീറ്റീവ്നെസ് ഇതുവരെ വന്നില്ല എങ്കിൽ പോലും സാധാരണഗതിയിൽ അക്കാദമിക പ്രവർത്തനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നോബൽ പ്രൈസ് ലഭിക്കുന്നതോടുകൂടി അയാളിലേക്ക് എത്തിച്ചേരുക എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നതെന്നാണ് അക്കാദമിക ലോകം വിശ്വസിക്കുന്നത്. നമ്മളെ കൊണ്ട് അത്രയൊന്നും എത്താൻ കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ അന്നത്തെ ഈ പറയുന്ന ചിന്തയുടെ
ധൈഷണികതയുടെ ലോകത്ത് എവിടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ അതിലാണ് അന്ന് നിലനിന്നിരുന്ന ഈ സ്കോളർ സെയിൻറ്റുകളെല്ലാം, അത് ഇന്ത്യയിൽ ഉടനീളം, പ്രത്യേകിച്ച് കേരളത്തിൽ ചട്ടമ്പിസ്വാമി ആയാലും ശ്രീനാരായണ ഗുരുവായാലും ഈ അദ്വൈതത്തെ ഏറ്റെടുക്കുന്നത്. കാരണം അതിനെയാണ് അവർക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടത്. അതിൽ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് അവരാരെന്ന് കേരളത്തിൽ അല്ലെങ്കിൽ വരും തലമുറയുടെ മുന്നിൽ അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ശങ്കരനെ പുനർനിർവചിക്കുക, ശങ്കരനെ പുനർപാരായണം ചെയ്യുക എന്നത് വലിയ ബാധ്യത, അക്കാദമിക ബാധ്യതയും ശൈക്ഷണിക ബാധ്യതയായിട്ട് അന്നത്തെ ഈ സ്കോളേഴ്സ് അല്ലെങ്കിൽ കേരള റാഡിക്കലിസം എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിൽ വരികയാണ്. ഇവരെല്ലാവരും ഏറ്റെടുത്തു. ചട്ടമ്പിസ്വാമി ആയാലും അദ്വൈത ദീപിക, അതുപോലെ ശ്രീനാരായണ ഗുരു ആയാലും ഇതല്ല. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന ആ 3-4 ആശയങ്ങളാണ് ഇവരുടെ തുടർ ചിന്തകളെ മൊത്തത്തിൽ അത് ഔപനിഷത്തികമായ കുറേ ആശയങ്ങൾ, അത് ഈ ജീവകാരുണ്യം, അനുകമ്പ എന്നൊക്കെയുള്ള പേരുകളിലേക്ക് അത്തരം ഉപനിഷത്ത് ചിന്തകളുടെ ഒരു ധാര. മറ്റൊന്ന് ദ്വൈതത്തിൽ നിന്ന് ഈ അദ്വൈതം എന്ന് പറയുന്ന തത്വചിന്താപരമായിട്ടുള്ള ആശയം. പിന്നെ ഇത് രണ്ടും ശ്രീനാരായണ ഗുരു ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ മൂന്നാമത് ഈ പറയുന്ന ആത്മീയത എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്ന് പറയാവുന്ന ഈ ഒരു ശാസ്ത്രം എന്താണ്? അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് മനസ്സിലാക്കാം, ഇത് ബ്രാഹ്മണിക്കലാണ്. ഇതിവിടെ തന്നെ ഞാൻ വന്നതിന് ശേഷം ഒട്ടേറെ പേരിങ്ങനെ പറഞ്ഞു ബ്രാഹ്മണിക ഘടനയാണ്, ബ്രാഹ്മണിക്കലാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡൊമൈനാണ്. കാരണം ഇതാരാണ് ഈ പറയുന്ന സംസ്കൃതത്തിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? ഇത് ഈ പറയുന്ന വിജ്ഞാനങ്ങളെല്ലാം അതേക്കുറിച്ച് ഏകാഗ്രമായിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആരാണ്? ആ ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരതത്തിലെ ചിന്ത ബ്രാഹ്മണിക്കലാണ് എന്ന് പറയുമ്പോഴും ആൻറ്റി ബ്രാഹ്മണിക്കലുമാണ് എന്നതാണ്. അതായത് ഏതൊരു ധൈഷണിക പ്രവർത്തനത്തിലും അതിൻ്റെ എതിരായിട്ടുള്ള, വിപരീതമായിട്ടുള്ള ഒരു പ്രവർത്തനവും കൂടെ നടക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് സംസ്കൃതത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. സംസ്കൃതത്തിൽ ഒരു ഭാഷ, ഒരു ധാര ആത്മീയ ധാരയായിട്ട് വളരുമ്പോൾ വളരെ റാഷണലായിട്ടുള്ള, വളരെ യുക്തിവാദപരമായിട്ടുള്ള മറ്റൊരു ധാര ഇതിൻ്റെ കൗണ്ടറായിട്ട് വരുന്നു. എന്ന് മാത്രമല്ല, ഈ ധാരകൾ തമ്മിൽ എന്താണ് അന്ന് ചെയ്തിരുന്നത്? ഇതൊന്നും തന്നെ ജനങ്ങളുടെ ദൈനംദിനമായിട്ട് നമ്മുടെ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അല്ല ഇതിനകത്തൊന്നും ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റാഫിസിക്കലാണ്. ഇത് കുറച്ചുകൂടെ അപ്പുറമുള്ള ഒരു ഇതാണ്. അതിലേക്ക് അവർ പലപ്പോഴും കടന്നു പോവുകയും ലോകത്തുള്ള പല കാര്യങ്ങൾ, ഇന്ന് നമ്മൾ ആസ്ട്രോണമി എന്ന് വിളിക്കുന്ന, ആസ്ട്രോളജിക്കൽ എന്ന് പറയുന്ന പല കാര്യങ്ങളെയും എങ്ങനെ ഉൾക്കൊള്ളാമെന്നും അതിൻ്റെ ഒരു മെത്തഡോളജി, രീതിശാസ്ത്രം എങ്ങനെയൊക്കെ വികസിപ്പിച്ചെടുക്കാമെന്നും ഒക്കെയുള്ള ഈ ജ്യോതിഷത്തെയൊക്കെ നമ്മൾ ഇന്ന് വളരെ ലഘുവായിട്ടും വളരെ റാഷണലായിട്ട് പറയാ ഇതൊക്കെ നോൺസെൻസ്. പക്ഷേ ഒരു സമൂഹം, അതായത് ഞാൻ പറഞ്ഞിരുന്നു തന്നെ, ഞാൻ നേരത്തെ വീണ്ടും ആൻഡമാനിലേക്ക് പോവുകയാണ്. ഈ ആൻഡമാനിലെ ഈ പറയുന്ന വിഭാഗങ്ങൾ സുനാമി വന്നിട്ട് അതിൽ ഒരാൾ പോലും മരണം സംഭവിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഈ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് അവരുടെ സ്മെല്ല്, അതാ ശരിക്കും എനിക്ക് അനുഭവമുള്ള കാര്യമാണ്, സ്മെല്ല് മാറുമ്പോൾ അവർക്കുടൻ തന്നെ ആ നേച്ചറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയും. ഘ്രാണശക്തി എന്നൊക്കെ നമ്മൾ പട്ടികളുടെ കാര്യത്തിൽ പറയുന്നത് പോലെ ഇത് നമ്മളെ അത്രയും പോലെ ആകാത്തത് കൊണ്ടും സ്പൈസസ് ഒന്നും ഇപ്പോഴും സ്പൈസസ് കഴിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ മണത്തിൻ്റെ കഴിവ് അവരെപ്പോഴും പറയുന്നത്, ഇപ്പം നമ്മൾ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാലാവസ്ഥയിൽ ഒരു മാറ്റവും തോന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ നമ്മുടെ കൈയും പിടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഈ കാറ്റിൻ്റെ വരവിലൂടെ അവരുടെ ആൻസസ്റ്റേഴ്സ് അവരെ ബോധ്യപ്പെടുത്തി ഇപ്പോൾ പേമാരി വരും അല്ലെങ്കിൽ മറ്റെന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന്. അത് ആ ശരിക്കും സ്മെല്ലിയത് തന്നെയാണ്, ആ ഘ്രാണശക്തി കൊണ്ട് തന്നെയാണ് അവർക്കത് മനസ്സിലാകുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തമാശയായിട്ട് തോന്നും. കാരണം നമുക്കിപ്പോഴും ഓൾമോസ്റ്റ് ഇതൊക്കെ നശിച്ചു പോയി. ഒരു ജെനുവിൻ ഹ്യൂമൻ എന്ന് പറയുന്ന പല ഫീച്ചേഴ്സും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനെ നമുക്ക് സിവിലൈസേഷൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്നുകൊണ്ട് നമ്മളിത് കാണുമ്പോൾ
നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവൻ്റെ കോഗ്നീഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇവൻ്റെ കോഗ്നീഷൻ പ്രോസസ്സ് 3 സൈക്ലിക്കാണ്. 1 ഇക്കോ കോഗ്നീഷനാണ്, 2 സോഷ്യൽ കോഗ്നീഷനാണ്, 3 അബ്സ്ട്രാക്റ്റ് കോഗ്നീഷനാണ്. ഈ 3 ലിങ്കേജസ് അവന് കൃത്യമായിട്ടുണ്ട്. അതായത് അവൻ്റെ സോഷ്യൽ റിലേഷൻസ് ഉണ്ട്, അതുപോലെ അവൻ്റെ ഇക്കോ റിലേഷൻസും കൺസേൺസും ഉണ്ട്. ഇനിയുള്ളത് അവൻ അറിഞ്ഞൂടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അബ്സ്ട്രാക്റ്റാണ്. അത് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവൻ്റെ ആൻസെസ്ട്രൽ സ്പിരിറ്റിൻ്റെ കൺട്രോളിലാണ്. അതാണ് അവൻ്റെ ഒരു കോസ്മോളജിക്കലായിട്ടുള്ള അവൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഇതിനെ നമ്മൾ കുറേ കൂടെ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഈ പറയുന്ന സാൻസ്ക്രിറ്റ് ലിറ്റററി ഈ പറയുന്ന ശൈക്ഷണിക ലോകത്തേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഇവരും അന്വേഷിച്ചത് ഈ എൻക്വയറീസ് തന്നെയാണ്. നേരത്തെ മിത്തെന്ന് പറഞ്ഞ പലതിനെയും ഇവർ റീമോഡൽ ചെയ്യാനായിട്ട് പലപ്പോഴായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ റീമോഡലിങ്ങിൻ്റെ രീതിയിൽ അത് വളരെ സ്പേഷ്യോ ടെമ്പറലായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു മിത്ത് അവന് അന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റി എന്ന് നമുക്ക് പ്രാക്തന സമൂഹത്തിനുണ്ടാകുന്ന ഒരു മിത്ത്, പുരാവൃത്തം. ഇന്നത്തെ സമൂഹത്തിന് അത് ബാധകമല്ല. കാരണം ഇന്നത്തെ സമൂഹം അതിൻ്റെ ശാസ്ത്രത്തിലായിരിക്കും അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ആ പുരാവൃത്തത്തിന് അവൻ്റെ സ്പേഷ്യോ ടെമ്പറൽ സ്പിയറിനകത്തും അവൻ്റെ കോഗ്നിറ്റീവ് സ്പിയറിനകത്തും വളരെ വളരെ പ്രാധാന്യമുണ്ട്. അവൻ്റെ കൾച്ചറിനകത്തും വളരെ പ്രാധാന്യമുണ്ട്. ഇതുപോലെ നമ്മൾ ഇന്ത്യൻ ഫിലോസഫി മൊത്തത്തിൽ ആലോചിക്കുമ്പോൾ അന്ന് അഡ്രസ്സ് ചെയ്ത വിഷയങ്ങൾ, തീംസ് എന്താണ്? അന്ന് അഡ്രസ്സ് ചെയ്തതിലാണ് ഈ മെറ്റാഫിസിക്സും ഈ പറയുന്ന കോസ്മോളജിയും ആസ്ട്രോളജിയും ഒക്കെ വരുന്നത്. ഇത് അവരുടേതായ രീതിയിൽ അവർ മോഡൽ ചെയ്യുകയും ആ മോഡലിനെ പല കാൽക്കുലേഷൻസ് ആയിട്ട് മാറ്റുകയും അതിനെയൊക്കെ അതിൻ്റെ ഒരു ശാസ്ത്രമൊക്കെ, ഇത് ഇന്നത്തെ ശാസ്ത്രം നമ്മളറിയുന്ന ശാസ്ത്രവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇത് ആ സമൂഹം സൃഷ്ടിച്ചെടുത്തതാണ്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ചിന്തയിൽ കേരളത്തിൽ പ്രബലമായിരുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് ഈ അദ്വൈത ചിന്ത. അപ്പോൾ ഈ അദ്വൈത ചിന്തയെ അഡ്രസ്സ് ചെയ്യാതെ അന്നത്തെ സ്കോളർ സെയിൻറ്റുകൾക്ക് ആർക്കും മുന്നോട്ട് പോകാം. ഇതാണ് ശ്രീനാരായണ ഗുരു ആദ്യം എൻകൗണ്ടർ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ വഴി? കാരണം ഇദ്ദേഹത്തിന് പാരമ്പര്യമൊന്നുമില്ല, ഒരു അക്കാദമിക ശൈക്ഷണിക പാരമ്പര്യമൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു പോയിന്റ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 4 തലമുറയിലുള്ളവർക്കും ആ ക്യാപിറ്റലുണ്ട്. പക്ഷെ ശ്രീനാരായണ ഗുരുവിന് ക്യാപിറ്റലൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ അവകാശപ്പെടാനില്ല. പക്ഷെ ഒരു ഡിസ്റ്റന്റ് ക്യാപിറ്റലായിട്ടുള്ളത് ശങ്കരയാണ്. ശങ്കരൻ ഈ പാതയിലൂടെ ഓൾറെഡി കടന്നുപോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ആ പാത തിരയുക എന്നതാണ്, ശങ്കരൻ്റെ വഴി തിരയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ആദ്യം ഇൻസ്ക്രിപ്ഷനിലായിട്ട് തുടങ്ങുന്നത് ഒരു മിമിക് പരേഡായിട്ടാണ്. അതായത് ശങ്കരൻ എഴുതിയ എഴുത്തുകളുടെ രീതിയിൽ തന്നെ ഇദ്ദേഹം അതിനെ മിമിക് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ആദ്യകാല ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, പ്രത്യേകിച്ചും സ്തോത്രങ്ങൾ ഒക്കെ തന്നെ നിൽക്കുന്നത് ശങ്കരൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രമേണ അദ്ദേഹം എഴുതി തെളിയുക എന്ന് പറയുന്ന പോലെ ആ എഴുത്ത് തെളിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ദാർശനികമായ എഴുത്തുകാരനായി മാറുകയാണ്. ഇത് വളരെ വലിയൊരു ഇവല്യൂഷനാണ്. ഒരു ഹ്യൂമൻ എന്നുള്ള നിലയിൽ നമ്മളൊരു വ്യക്തിയെ പ്ലേസ് ചെയ്യുമ്പോൾ അയാളുടെ ശൈക്ഷണികമായിട്ടുള്ള പരിണതി എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അനുകരണത്തിൽ നിന്ന് സ്വതന്ത്ര വ്യക്തിത്വത്തിലേക്കും അനുകരണത്തിൽ നിന്ന് സ്വതന്ത്ര ദാർശനികതയിലേക്കും വളരുന്ന ഒരു പിക്ചർ വളരെ കൃത്യമായിട്ട് മാപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിന് വ്യത്യസ്തമാണ് ചട്ടമ്പിസ്വാമികൾ. കാരണം ചട്ടമ്പിസ്വാമി ഫോളോ ചെയ്ത രീതികൾ വേറെ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു പാത സ്വീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വരുന്ന എൻകൗണ്ടേഴ്സ് എന്താണെന്നൊക്കെ നോക്കുക. ഒന്ന്, അദ്ദേഹത്തിന് പാരമ്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെ പിടിച്ചു കയറ്റാനൊന്നുമില്ല. അപ്പോൾ ഇത് തെളിയിച്ചേ പറ്റും. അതാണ് ഈ ആർജിക്കുക, അക്വിസിഷൻ എന്ന് പറയുന്നത്. ആർജിക്കുക, ശ്രമിക്കുക. ഇത് ഇദ്ദേഹം സ്വതന്ത്രമായി ഈ കംപ്ലീറ്റ് എൻലൈറ്റൻമെൻറ്റിലേക്ക് ഇദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഈ കുണ്ടലിനി പാട്ടിലൊക്കെ അന്നുവരെ ആരോടും പറയാതിരുന്ന വ്യക്തിഗതമായിട്ടുള്ള ഒരാൾ ധ്യാനത്തിലൂടെയും സന്യാസത്തിലൂടെയും നേടുന്ന, ആർജിക്കുന്ന ശാരീരികവും ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള വൈകാരികവുമായിട്ടുള്ള ഒരു മുന്നേറ്റം, ഒരു ഉന്നതി, ഇതെന്താണ് എന്നുള്ളത് അനുഭവ ലോകം ഇല്ല. ഒരു ബ്രാഹ്മിൻ പണ്ഡിറ്റും ഇതേക്കുറിച്ച് എഴുതുന്നില്ല. എങ്ങനെയാണ് ഈ മോക്ഷപ്രാപ്തി ഉണ്ടാവുക എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ സന്യാസം നമ്മളിൽ വരുത്തുന്ന
സൃഷ്ടിപരമായിട്ടുള്ള ചോദനകൾ എന്താണ്, ഇതിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്താണ്, ഇത് ബയോളജിക്കലായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. യോഗയെക്കുറിച്ച് പതഞ്ജലിയും പറയുന്ന ഇതിനെക്കുറിച്ച് പല പല മെത്തഡോളജിയിലൂടെ ഈ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് ഇവർ അന്വേഷിക്കുന്നുണ്ട്. അത് ഭക്തിമാർഗത്തിലൂടെ ആകാം, ജ്ഞാനമാർഗത്തിലൂടെ ആകാമെന്ന് പറയുന്നു. മീമാംസകർ ഒരു പക്ഷത്ത് നിൽക്കുന്നു, അതിൻ്റെ കൗണ്ടർ വേറെ ഭാഗത്ത്. ഇങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത് ഈ ഒരു ഫിസിക്കലായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഭൗതികതയിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ എങ്ങനെ എത്താമെന്നുള്ള ആന്തരികമായ അന്വേഷണങ്ങളാണ് ഇന്ത്യയിലെ ദൈക്ഷണിക അന്വേഷണങ്ങൾ. ഈ ദൈക്ഷണിക അന്വേഷണങ്ങളിൽ ഒരു സെയിൻറ്റ്, ഒരു സന്യാസി വളരെ നീണ്ട ദീർഘകാലത്തെ സപര്യ കൊണ്ട് ഇത് ആർജിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ മോക്ഷപ്രാപ്തിയോ ഒറ്റ വഴി. അവിടെയാണ് ശ്രീനാരായണ ഗുരു വിമത സന്യാസിയാകുന്നത്. കാരണം ഇദ്ദേഹം ഇത് ആർജിച്ച് എൻലൈറ്റൻമെന്റ് നേടി മോക്ഷപ്രാപ്തിയിൽ ആകാനോ ഒരു പ്രവാചക വേഷം കെട്ടിയിട്ട് ആത്മീയത പറയാനോ അല്ല ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇവിടെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള സെലക്റ്റീവ് ഓപ്ഷണാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം സ്വയം അറിയുക എന്നുള്ളത്, ആർജിക്കുക എന്നുള്ളത് അതൊരു അവകാശമായിട്ട് അദ്ദേഹം എടുക്കുകയും അതിനോട് ആരോടും അദ്ദേഹം ഒരിടവും പരാതി പറയുന്നില്ല. എനിക്ക് ഒരു ബ്രാഹ്മണനും അല്ലെങ്കിൽ ഈ പറയുന്ന സവർണരും എനിക്ക് ഈ വിദ്യകളൊന്നും പഠിപ്പിച്ചു തന്നില്ല എന്ന് പറയുന്നില്ല. ഇതൊക്കെ ഇദ്ദേഹം സ്വയം മനനം ചെയ്ത് ഇദ്ദേഹം സ്വയമായിട്ട് തന്നെ ആർജിക്കാൻ ശ്രമിച്ച് ആർജിച്ച് ഇത് നേടിക്കഴിയുമ്പോൾ ആ നേട്ടത്തെ അവരുടെ വഴിയല്ല അദ്ദേഹം പോകുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി, സോഷ്യൽ പേഴ്സണ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പേഴ്സണ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ആർജിച്ചു, ഇനി എന്ത്? അപ്പോൾ ഇത് അനുഭവിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ചുമ്മാ ആർജിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംസ്കൃത ലോകം അല്ലെങ്കിൽ ഈ പണ്ഡിത ലോകമൊന്നും ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു അവർണ വിഭാഗത്തിലെ ഉള്ള ഒരാളിനെ അത് വെറും പൊങ്ങച്ചം പറയുകയാണെന്നേ പറയാം. അങ്ങനെയാണ് ഈ കുണ്ടലിനിപ്പാട്ടിലൂടെയൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ അനുഭവം എന്താണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് മറ്റ് ഒരു സ്കോളർക്ക് എന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന, നിങ്ങൾ വ്യാസന്റെ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വ്യാസമഹർഷിയോ പാണിനിയോ ഒക്കെ ഏത് തരം എൻകൗണ്ടേഴ്സാണ് ഫേസ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള എൻകൗണ്ടറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഇദ്ദേഹം അവിടെ നിന്ന്, അതായത് ഒരു ഡിപ്പാർച്ചർ, ഇന്ത്യൻ ദൈക്ഷണികതയുടെ, ഇന്ത്യൻ ആത്മീയ പാരമ്പര്യത്തിൻ്റെ അവിടെ ഒരു വിച്ഛേദം സൃഷ്ടിക്കുകയാണ്. ആ വിച്ഛേദം എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയത വിരുദ്ധമോ മതവിരുദ്ധമോ അല്ല, പകരം മതാധികാര വിരുദ്ധമാണ് എന്നതാണ് അദ്ദേഹം എടുക്കുന്ന പൊസിഷൻ. അപ്പോൾ അതുകൊണ്ടാണ് പലരും അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നത്, ഇദ്ദേഹം എന്തുകൊണ്ട് മുസ്ലിമായില്ല, ഇദ്ദേഹം എന്തുകൊണ്ട് പല SNDPക്കകത്ത് നടന്ന ചർച്ചകളിൽ നമുക്ക് ക്രിസ്ത്യനാകാം, നമുക്ക് ബുദ്ധമതം സ്വീകരിക്കാം എന്നൊക്കെ ഈ മാധവൻ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നു, മതം അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല, ഏത് മതത്തിലായാലും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയുന്ന ഒരു വലിയ തീരുമാനത്തിലേക്ക് വരും. അപ്പോൾ ഇദ്ദേഹം ദൈവവിരുദ്ധനോ മതവിരുദ്ധനോ ആകുന്നില്ല. പകരം ഇദ്ദേഹം എടുക്കുന്ന പൊസിഷൻ, ഇവരിതുവരെ ആർജിച്ച ജ്ഞാനസമ്പത്തിൻ്റെ അങ്ങേയറ്റമുള്ള ഒരു ഉന്നതി മോക്ഷപ്രാപ്തിയാണ്. ഈ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നതിനെ നിഷേധിക്കുക എന്നുള്ളതാണ്. ആ നിഷേധത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം പറയുന്നു, നിങ്ങൾ വിദ്യ കൊണ്ട് പ്രവർത്തിച്ചാണ്, വേറെ ഒരു വഴിയുമില്ല. നിങ്ങൾക്ക് സ്വതന്ത്രരാകണമെങ്കിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അങ്ങനെ വിദ്യ ഉണ്ടാക്കണം. ഈ വിദ്യ ഉണ്ടാക്കണമെങ്കിൽ അതിന് സജ്ജമാക്കണം ജനത്തിൻ്റെ അന്നത്തെ പ്രശ്നം എന്താണ്? അത് വളരെ ഒരു സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്താണ് അന്ന് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ? ഒന്ന്, സാമ്പത്തിക ദാരിദ്ര്യം, അതുപോലുള്ള തൊട്ടുകൂടായ്മ, സോഷ്യൽ ഇഷ്യൂസ് ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം കാണുന്നത്, ഒന്ന്, ജനങ്ങൾക്ക് ഒരു ആത്മീയ ദാരിദ്ര്യമുണ്ട്, ഒരു ആത്മീയ അവകാശ നിഷേധമുണ്ട്. ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തിനാണ് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് അത് ഉപയോഗപ്പെടുന്നത്, പ്രാഥമികമായിട്ട് ഉപയോഗപ്പെടുന്നത്. നമ്മൾ അക്ഷരം സ്കൂൾ 1ാം ക്ലാസ് പഠിക്കുന്ന പോലെയാണ്. എന്തിനാണ് ഈ അക്ഷരം എന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്ക് കൂട്ടി വായിക്കാനാണ് എന്നതുപോലെ ഈ ജനത്തെ കൂട്ടിയെടുക്കണമെങ്കിൽ അവർക്ക് അവരുടെ ദയനീയതകളെ അല്ലെങ്കിൽ അവരുടെ വൈഷമ്യങ്ങളെ ഏതെങ്കിലും വിശ്വാസത്തിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. കാരണം വേറെ ഒരു നിവൃത്തിയില്ല. വിശ്വാസം അല്ല എങ്കിൽ ഈ ജനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഭൗതിക ചരിത്രം വേറൊന്നാണ്. ഈ ഭൗതിക ചിത്രങ്ങളൊന്നും വളരെ കൃത്യമായിട്ട് പറയാം, അന്ന് ജനം അനുഭവിച്ചിരുന്ന ഭൗതിക ചിത്രങ്ങളൊന്നും ജനത്തെ വിപ്ലവകാരികളാക്കിയിട്ടില്ല.
അതവരുടെ വിധിയാണെന്നും നമ്മൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ നമ്മളെ ദൈവം അനുവദിച്ചിട്ടുള്ളൂ എന്ന ചിന്തയിൽ അവരെല്ലാം വളരെ കൃത്യമായി അവരുടെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് അതാണ് അവരുടെ സാഹചര്യവും സ്വത്തും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരോട് ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള വിപ്ലവം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. പകരം ഇവർക്ക് ആവശ്യമുള്ള എന്താണ്? അവർക്കൊരു ആത്മീയമായിട്ടുള്ള ലോകം. അവിടെ എന്ത് ചെയ്യാം? അപ്പോൾ അന്നത്തെ ഈ ആത്മീയ ലോകത്തെക്കുറിച്ച് അറിയുക. മാടൻ, മറുത തുടങ്ങി ഈ പറയുന്ന ലോക്കലൈസ്ഡ്, ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തികളോടും പ്രവർത്തനങ്ങളോടും വിയോജിക്കാം, നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഫോക്ക് ദൈവങ്ങളെയൊക്കെ ശ്രീനാരായണ ഗുരു നശിപ്പിക്കുകയും സൊഫിസ്റ്റിക്കേറ്റഡായുള്ള സവർണ ദൈവങ്ങളെ അതിലേക്ക് ഇവരെ എത്തിച്ചു എന്നത് ഇപ്പോൾ ഉള്ള വർഗീയവാദികളൊക്കെ ഇദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന വാദങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതൊരു ആന്ത്രപ്പോളജിക്കൽ ഇഷ്യൂ ആണ്. കാരണം എന്തുകൊണ്ട് ഈ സിവിലൈസേഷനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഈ ബ്രാഹ്മിനിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാന സവിശേഷത ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ അവർ ക്ലീനാണ്, അതായത് ശുദ്ധി എന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ശുദ്ധി എന്ന ഈ പറയുന്ന ക്ലീൻനെസ് എന്ന് പറയുന്ന ആശയത്തെ പരിഷ്കൃതിയുടെ ഏറ്റവും വലിയൊരു സയൻസ് സിസ്റ്റമായിട്ട് എടുത്തുകൊണ്ട് പൊയ്കയിലപ്പച്ചൻ വരെ അത് ഏറ്റെടുക്കുക. അതായത് നമ്മൾ ശുദ്ധരാകുക, നമ്മൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നമ്മൾ എപ്പോഴും വളരെ വൃത്തിയുള്ളവരായി കാണുക. ഇത് അന്ന് നിങ്ങൾക്ക് സിവിലൈസ്ഡ് ആണ് എന്ന് കാണിക്കണമെങ്കിൽ ഇതൊരു മോട്ടീഫാണ്, ഈ പറയുന്ന ക്ലീൻനെസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മൊത്തം സന്യാസിമാര്, നമ്മൾ പലരും ഇങ്ങനെ ഇപ്പോഴുള്ളവർ കുളിക്കാതെ നനയ്ക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവർ ഈ ശുദ്ധിക്ക് ഇത് ഒരു ബ്രാഹ്മണിക്കൽ, 2 വെജിറ്റേറിയൻസ്. ഇത് രണ്ടും എന്തിനാണ് ഇവർക്ക് ആവശ്യമായി വന്നതെന്ന് വെച്ചാൽ അത് ഏത് തരത്തിലുള്ള ബയോകെമിക്കൽ മെറ്റബോളിക് റിയാക്ഷൻസ്, അല്ലെങ്കിൽ അത് സേഫായിട്ട് എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരുമോ, ഈ ഹോർമോൺ പ്രൊഡക്ഷൻ കൊണ്ട് നിങ്ങളുടെ കോഗ്നിറ്റീവ് എബിലിറ്റിക്ക് എന്തെങ്കിലും വരുമോ, ഇതൊന്നും ഇതുവരെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ഇത് ഇന്ത്യയിൽ ഉടനീളം ഇവർ ഓപ്ഷണലായിട്ടല്ല, വളരെ ഇതായിട്ട് നമ്മൾ ഈ പറയുന്ന സസ്യബുക്കുകളാകുക. അതുപോലെ ഇതൊക്കെ ജൈനിസത്തിൽ നിന്ന് വന്നിട്ടുള്ള, കേരളത്തിൽ ജൈനിസമാണ് ഈ ഉപവാസ സങ്കല്പം കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ എത്തിച്ചത് അവരാണ്, ഈ ബ്രാഹ്മിൻസ് അല്ല. അപ്പോൾ ഈ ഒരു പാരമ്പര്യത്തെ, അതായത് ഒരു ഭാഗത്തുള്ള ഈ ആത്മീയമായിട്ടുള്ള റെവലേഷനോടൊപ്പം തന്നെ ഉയർകൊണ്ട ഭൗതികമായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള ആഹാര രീതി, വസ്ത്രരീതി, അതുപോലെ ഈ പറയുന്ന കുളി തുടങ്ങിയുള്ള എല്ലാ തരം, ശൗചം തുടങ്ങിയുള്ള എല്ലാ ഘടനകളിലും ഇതിന് പാരലായിട്ടുള്ള ഒരു സയൻസ് സിസ്റ്റം, ഒരു സെമിയോട്ടിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെമിയോട്ടിക്സ് ഇറസ്പെക്റ്റീവ്, അത് ബ്രാഹ്മണാണോ, ആൻറ്റി ബ്രാഹ്മണാണോ, നിയോ ബ്രാഹ്മണാണോ, ജൈനിക്കാണോ, അതൊന്നും ആരും സ്വീകരിക്കുന്നില്ല. ഇത് ശ്രീനാരായണ ഗുരുവും അതേപോലെ പൊയ്കയിലപ്പച്ചനും ഒക്കെ ഈ ഒരു എലമെൻറ്റിന് വ്യക്തത കൂടുതൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വെച്ചിട്ട് ശ്രീനാരായണ ഗുരുവിന് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇത് വേണം, കാരണം ഈ സമൂഹം മാറണം. ഇദ്ദേഹം പിന്നെ ഒരു ട്രയൽ ആൻഡ് എറർ, കാരണം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പൂർവ്വ മാതൃകകളില്ല. ഈ പറയുന്ന ധൈഷണികമായിട്ട് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ലിറ്ററേച്ചറിനകത്തും ഈ നമുക്കാകെ ഉള്ള വൈദ്യ മേഖലയിലുള്ള അഷ്ടാംഗ ഹൃദയം പോലുള്ള, അതുപോലുള്ള പാണിനിയുടെ വ്യാകരണം, അതുപോലെ യോഗസൂത്രം എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആകെ ചാണക്യൻ്റെ ഗ്രന്ഥങ്ങളിൽ അർത്ഥശാസ്ത്രത്തിലാണ് ഇത് വരുന്നത്. അപ്പം ഇങ്ങനെ അർത്ഥശാസ്ത്രം ഒരു പീപ്പിൾസ് നോളജ് സിസ്റ്റമാണ്. അത് ചാണക്യൻ്റെ ഒരു വ്യക്തിയുടെ രചനയൊന്നുമല്ല. അത് ഇന്ത്യയുടെ മൊത്തം പ്രദേശത്തുള്ള തൊഴിലറിവുകളുടെ കൂട്ടായ്മകളെ കൂട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് ഈ ധൈഷണികമായിട്ട് ഇന്ത്യയുടെ ധൈഷണികതയെ, ആത്മീയതയെ ഇപ്പോഴുള്ള വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാക്കാനായി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഈ വളരെ കൃത്യമായിട്ടുള്ളൊരു മാനവികത, നമ്മൾ ഇന്ന് പറയുന്ന മാനവികതയെ തന്നെ മതേതരം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, അതാണ് മതം ഏതായാലും. കാരണം ആ സമൂഹത്തിൽ, കേരളത്തിൻ്റെ സമൂഹത്തിൽ പലതരം മതങ്ങൾ അന്ന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഈ വ്യവസ്ഥകളെല്ലാം നിലനിൽക്കുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളും ഇതായിരുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായി സ്ലോഗനൈസ് ചെയ്യുന്നത് ഓരോന്നായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇദ്ദേഹം അന്നത്തെ സമൂഹത്തെ അല്ല അഡ്രസ്സ് ചെയ്തത്.
വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരേണ്ടുന്ന ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകണം. അതിന് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായി ഞാൻ കാണുന്നത് ദ ഹ്യൂമൻ എന്ന ഒറ്റ കൺസെപ്റ്റാണ്. അതുവരെ ലോകം കണ്ടിരുന്നത് ദ റേസ് എന്ന്, എല്ലാത്തിനെയും വർഗങ്ങളായിട്ടും റേസുകളായിട്ടും വംശങ്ങളായിട്ടും തിരിക്കുകയും ആ വംശത്തിൻ്റെ ഇതാണ് ഇവിടെ ബ്രിട്ടീഷ് കൊളോണിയൽ സെൻസസിലൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. ഓക്കെ, ഇദ്ദേഹമാണ് ആദ്യം ദ ഹ്യൂമൻ. ഇത് ഒരു ഈസ്റ്റിൽ ഉള്ള ആൾക്കാരോ നേരത്തെ ഉള്ള സംസ്കൃത പണ്ഡിതന്മാരോ അല്ലെങ്കിൽ വെസ്റ്റിൽ ഉള്ള യൂറോസെൻട്രിസത്തിലോ വികസിക്കാത്ത, ഇൻക്ലൂഡിങ് ഡാർവിനിൽ വികസിക്കാത്ത ഒരു കൺസെപ്റ്റാണ് ദ ഹ്യൂമൻ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദീർഘകാലമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യവഹാര ബോധഘടനയുണ്ട് കേരള സമൂഹത്തിൽ. അത് ശ്രീനാരായണീയരും ശ്രീനാരായണനെ മനസ്സിലാക്കാത്തവരും ശ്രീനാരായണനെ വിറ്റ് ജീവിക്കുന്നവരും അങ്ങനെ ഒരു വലിയ ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും തീരാത്ത ഒരു വലിയ പ്രപഞ്ചമാണത്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് നമുക്ക് കടക്കുക എന്നുള്ളത് വളരെ പ്രശ്നമേറിയ ഒരു കാര്യമാണ്. എന്ത് പറഞ്ഞാലും അതിൻ്റെ കൗണ്ടർ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതിനകത്ത് തന്നെ കാണും. അപ്പോൾ ഇതെങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എൻ്റെ മുന്നിൽ രണ്ട് വഴിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. കൃതികൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം ഹിന്ദുവാണെന്നുള്ള ഒരു ലേബലിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടും. അതാണ് എൻ്റെ ഒരിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പുറമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഇതൊന്നും അല്ല എന്ന് വിളിച്ചു പറയുന്ന പ്രവർത്തനം. അപ്പോൾ ഇത് പല തട്ടുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും പല പീരീഡിൽ പലതരം എൻകൗണ്ടേഴ്സ് വരികയാണ്. അതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് അദ്ദേഹത്തിന് ആഭിമുഖ്യം തോന്നുന്നത്, സംസ്കൃത ടെക്നോളജിയോട് ആഭിമുഖ്യം. ഇങ്ങനെ പലതരത്തിൽ ഈ സമൂഹത്തിൻ്റെ പരിണാമത്തെ എങ്ങനെ സാധൂകരിച്ചെടുക്കാം. പക്ഷേ ഈ ടെമ്പിൾ ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളത് അത് ജനങ്ങളെ ഒന്ന് കൂട്ടിയെടുക്കുക എന്നുള്ളതല്ലാതെ അവിടെയെല്ലാം ഈ പറയുന്ന ദൈവത്തിൻ്റെ ഫോളോവേഴ്സ് ആക്കിയെടുക്കുക എന്നൊന്നുമല്ല. ഇവരെയൊക്കെ ഒന്ന് വൃത്തിയും ശുദ്ധിയും ഒക്കെ പാലിക്കുന്ന അച്ചടക്കമുള്ള ഭക്ഷണശീലങ്ങളിലൊക്കെ മിതവ്യയം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സസൈസാണ്. അത് വിജയിച്ചില്ല എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ആണ് പിന്നെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരാളിൻ്റെ വ്യത്യസ്തമായ പീരീഡിലുള്ള ട്രയൽ ആൻഡ് എറേഴ്സാണ്. ആ ട്രയൽ ആൻഡ് എറേഴ്സിനെ അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ്. അദ്ദേഹം സ്തോത്രങ്ങൾ എന്തുകൊണ്ട് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു കളരിയാണ്. പിന്നെ ഭാഷയുടെ കാര്യത്തിലുള്ള ഒരു കമൻ്റ് ഇവിടെ വന്നു. ശ്രീനാരായണ ഗുരു വളരെ കൃത്യമായ മലയാള ഭാഷ, അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. കാരണം ശ്രീനാരായണ ഗുരു അന്നത്തെ അക്കാദമിക പാണ്ഡിത ആ ഒരു വൃന്ദത്തിന് റാഡിക്കലായിട്ട് പുറത്തു പോയിരുന്നില്ല എന്നാണ് ഭാഷയുടെ കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ 3 ഭാഷ എഴുതി. അതിൽ തന്നെ പദ്യമാണ് അന്നത്തെ ഈ പറയുന്ന ഓപ്ഷൻ. ഈ പദ്യം എഴുത്ത് ശീലം എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറയുന്ന ഒരു ബ്രാഹ്മണിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്, ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ ഒരു ജ്ഞാനമുറയാണ്. അതിൽ നിന്ന് ഇദ്ദേഹത്തിന് പുറത്തു പോകാൻ പറ്റിയില്ല. പക്ഷേ ചട്ടമ്പിസ്വാമി നേരെ തിരിച്ചാണ്. ചട്ടമ്പിസ്വാമിക്ക് പ്രാകൃതവും പിന്നെ സംസ്കൃതവും അതുപോലുള്ള എല്ലാ രചനാ രീതികളും അറിയുമ്പോഴും വളരെ റിജിഡായിട്ട് അദ്ദേഹം മലയാള ഗദ്യമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനമാണ്. അദ്ദേഹം മലയാള പാട്ട് എഴുതിയിട്ടില്ല എന്നല്ല, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രാമുഖ്യം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇവരുടെയൊക്കെ ഓപ്ഷൻസ് ഇവർ ഏറ്റെടുക്കുന്ന ഓരോ രീതികൾ, ചിലർ ഞാൻ സംസ്കൃതത്തിൽ എഴുതില്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഇവിടെ പിന്നെ ദ്രാവിഡ ഭാഷ പദങ്ങൾ ഉപയോഗിക്കുകയും ഇതെല്ലാം. പക്ഷേ ഒരു വലിയ ചോദ്യാവലിയുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളുണ്ട്. അദ്ദേഹം ആർക്കു വേണ്ടി അന്നെഴുതിയെന്നുള്ളതാണ്. നിങ്ങൾ ഈ ചോദ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ കേരളത്തിലെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അവർണ വിഭാഗം ആരും തന്നെ അന്നത്തെ ഇതിൻ്റെ ടേക്ക് അവേ ആൾക്കാരല്ല, ടേക്കേഴ്സ് അല്ല. സാക്ഷരത അത്രമാത്രം വിപുലമായിരുന്നു.
അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക്, അപ്പോൾ ഒരു നീട്ടിവയ്പ്പും ഒരു നീട്ടിക്കാണലും ഒക്കെ വേണ്ടി വരുന്നതാണ്. അദ്ദേഹം എഴുതിയത് ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെ പല കൃതികളും പണ്ഡിതന്മാർക്ക് പോലും വ്യക്തമായിട്ട് അത് ദഹിച്ചു പോകുന്ന ഒരു രീതിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പറയും, ഇദ്ദേഹം എല്ലാ തത്വചിന്തയെയും മലയാളത്തിൽ ലളിതമാക്കി എന്നൊക്കെ. അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നതാണ്. പക്ഷെ അക്കാദമിക പരിശോധന നിങ്ങൾ ഈ വ്യവഹാര രീതികളിൽ നടത്തിയാൽ നിങ്ങൾക്ക് ഇതൊന്നുമല്ല അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. എന്തായാലും ശാസ്ത്രബോധം കൊണ്ട് ഒരു വലിയ ധൈഷണിക ലോകത്തെ അല്ലെങ്കിൽ ആത്മീയ ധൈഷണികതയെ ചലഞ്ച് ചെയ്തു എന്നത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാഥമികമായിട്ടുള്ള വേൾഡ് കോൺട്രിബ്യൂഷൻ, വേൾഡ് ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, അദ്ദേഹം മാർക്സ് തിരയാത്ത അല്ലെങ്കിൽ മറ്റ് പല സോഷ്യോളജിസ്റ്റും തിരയാത്ത ഒരു വഴി എന്താണ്, അതായത് ഒരു നെഗോഷിയേഷൻ്റെ വഴിയാണ്, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ വഴിയല്ല. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റും നെഗോഷിയേഷനും തമ്മിൽ കേരള സമൂഹത്തിൻ്റെ പൊതു ബോധം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തമിഴരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, തമിഴർ കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ വെടിപ്പായി തനിക്കാക്കുന്നവരാണ്, അന്യതയെ ഉൾക്കൊള്ളുന്നവരാണ്. ഒരു ഇൻക്ലൂസീവ്നെസ് മലയാളി തുടക്കം മുതലേ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവരെയെല്ലാം കയറ്റാനും അവരിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമോ അത് സ്വീകരിക്കാനും പ്രാപ്തിയുള്ള, അതായത് നമ്മുടേത് മാത്രമാക്കി മാറ്റാനുള്ള ഒരു ശേഷി മലയാളി പണ്ട് മുതലേ ഉണ്ട്. മലയാളി സ്വീകരിച്ചിരിക്കുന്ന, മലയാളം സ്വീകരിച്ചിരിക്കുന്ന സമ്പർക്ക ഭാഷാ സമ്പത്ത് മാത്രം മതിയാകും മലയാളിയുടെ ഈ ശേഷിയെ വെളിപ്പെടുത്താൻ. രണ്ട്, അതേസമയം തന്നെ മലയാളി ഒരിക്കലും ഇവിടെ വന്ന് ഭരിച്ചുപോയ ആരുടെയും മലയാളത്തെ എടുത്തു മാറ്റാൻ അനുവദിച്ചിട്ടില്ല. എന്നാൽ അവർ പോർച്ചുഗീസ് ആയാലും അവരിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമോ അത് എന്ന് പറഞ്ഞാൽ വെടിപ്പായി അന്യതയെ തനിക്കാക്കുക. ആ ഒരു ഇൻക്ലൂസീവ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്ന വികാരം ഇന്ത്യൻ സൊസൈറ്റിയിലും വേൾഡ് സൊസൈറ്റി ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടുന്ന വേൾഡ് സൊസൈറ്റി ഇപ്പോൾ പറയുന്നു വി ഷുഡ് ബി ഇൻക്ലൂസീവ്ലി ഹൈബ്രിഡ്. പക്ഷേ കേരളം ഈ ജൈന പീരീഡ്, അതിൻ്റെ പിന്നിലുള്ള ബൗദ്ധ പീരീഡ് എന്തെടുത്താലും കേരളം പണ്ടേ തന്നെ ഈ ഇൻക്ലൂസീവ് ഹൈബ്രിഡിറ്റിയിൽ വളരെയധികം വിജയിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ റിയാക്ഷൻസ്, കേരളം ഏറ്റെടുക്കുന്ന ഇത് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു കൃത്യമായി കേരള സമൂഹത്തെ പഠിച്ചിട്ടാണ് ഈ കോൺഫ്ലിക്റ്റ് അല്ലാതെ ഒരു നെഗോഷിയേഷൻ ഫിലോസഫി, അത് ഒരു മോഡലല്ല. മോഡലുകൾ ആവർത്തിക്കപ്പെടുകയും ട്രയൽ ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് ഫെയില്യൂർ ആകുമ്പോൾ മറ്റൊരു മോഡലിലേക്ക് പോകുന്നു. ഇങ്ങനെ മാതൃകയിൽ നിന്ന് മാതൃകയിലേക്കുള്ള ഒരു പരിണതി അദ്ദേഹം സമൂഹത്തിൽ സംഭവിപ്പിക്കുന്നുണ്ട്. ആ ഒരു പരിണതിയാണ് അദ്ദേഹം എന്ന് ആ പ്രോസസ്, അതാണ് താങ്കൾ പറഞ്ഞത്, അതിനെ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.